ഈ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഇന്നുകൂടിയാകുമ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും നഗരസഭാ പ്രദേശത്തും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാവും. അപ്പോൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രകടമാവുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആവേശത്തിലാണ് ഞങ്ങൾ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളത് വേണ്ട, ഒരു വർഗീയ ശക്തിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നിടത്താണ് വർഗീയ ശക്തി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നത്. അല്ല, അതില് പുതുമയില്ല. ഞാൻ ഇന്നലെ തന്നെ ആരോടോ പ്രതികരിച്ചിരുന്നു. അതൊരു പുതിയ കാര്യമല്ല. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF-ലെ ഒരു ഘടകകക്ഷിയെ പോലെ, ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം. അവരുടെ പിന്തുണ UDF-നായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മുഹമ്മദ് ഏറെക്കാലം അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മറ്റ് പല ആരോപണങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാടെടുക്കുകയും പരസ്യമായി അദ്ദേഹം പ്രസ്താവന നടത്തുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ഒരു നിലപാടിൽ നിന്നും കോൺഗ്രസ് വ്യതിചലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. അത് പൊതുവെ ഇവിടെ മറ്റുള്ളവരും, അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രധാന നേതാക്കന്മാരും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത്. ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കി ഒരു ആരോപണം ഉന്നയിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട്, അവരുടെ അണികളോട്. അത് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ അത് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ പ്രത്യേകിച്ച് അവരോട് ചോദ്യം ചോദിക്കാനോ വിശദീകരണം ആവശ്യപ്പെടാനോ ഒന്നുമില്ല. ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ല താനും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്താ പറഞ്ഞ വനമന്ത്രി? അല്ല, ഞാനത് അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നൊന്നും ശരിയായി മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നത് അറിയില്ല. മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞിട്ടുണ്ടാവുക? ഇനി ഈ സംഭവം നടന്ന ഉടനെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്താൻ വേണ്ടി വളരെ മോശമായ നിലയിൽ ഉപയോഗിക്കപ്പെട്ടു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രതിഷേധം വരും, അതിനോട് പ്രതികരിക്കേണ്ടി വരും, ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് UDF-ന് അതിനുള്ള അവകാശമുണ്ട്. അവർ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല.